ദേവു ധ്രുവനിൽ നിന്നും അകന്നു മാറാൻ നോക്കിയതും ഒന്നുകൂടി അവളെ തന്നിലേക്ക് അടുപ്പിച്ചു ധ്രുവ്. ദേവാഞ്ജലി, ഹൗ ഡിഡ് യു ഗെറ്റ് ദി സ്മെൽ? ധ്രുവ് ചോദിച്ചു. എന്തിൻ്റെ കാര്യാ പറയുന്നേ? ദേവു ചോദിച്ചു. ഈ ചന്ദനമണം. ധ്രുവ് ഒന്നുകൂടി അവളുടെ കഴുത്തിൽ മുഖമമർത്തിക്കൊണ്ട് ചോദിച്ചു. അതെനിക്കറിയില്ല, ദേവു പറഞ്ഞു. നിനക്ക് പോവണ്ടേ? ധ്രുവ് ചോദിച്ചു. പോണം. മീനുവും കുഞ്ഞാറ്റയും വെയിറ്റിംഗ് ആണ്. ആദി സാർ അവിടെയില്ലേ? ദേവു ചോദിച്ചു. ഗൗരി അവളെ ഒന്ന് നോക്കണം കേട്ടോ, പാവം കുട്ടിയാ അവള്, ധ്രുവ് പറഞ്ഞു. ആണോ? ഞാൻ നോക്കിക്കോളാം, ദേവു പറഞ്ഞു. അപ്പോഴേക്കും വാതിലിൽ തട്ട് കേട്ടു തുടങ്ങി. അതോടെ ധ്രുവും ദേവും അകന്നു മാറി വാതിലിലേക്ക് നോക്കി. നിന്റെ കുഞ്ഞാറ്റയും മീനുവുമാവും. ഞാൻ പോവാണ്. ഇനി ഒളിച്ചുകളി കളിച്ചാൽ എൻ്റെ സ്വഭാവം മാറും. പിന്നെ കൂട്ടുകാരികളോട് ഇവിടെ നടന്നതൊന്നും വിളമ്പാൻ നിൽക്കണ്ട, ധ്രുവ് പറഞ്ഞു. ദേവു ധ്രുവനെ നോക്കി മൂളി. പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് നിന്നോട് പ്രേമമുള്ളോണ്ടല്ല. നിനക്ക് പോലും അറിയാത്ത നിന്നിൽ എനിക്കിഷ്ടമുള്ള വേറെ ഒരു കാര്യമുണ്ട്, അതോണ്ടാ. അതെന്താ എന്നൊന്നും ചോദിക്കണ്ട, പറയാൻ എനിക്ക് സൗകര്യമില്ല, ധ്രുവ് പറഞ്ഞു. ദേവു വീണ്ടും മൂളി. അതോടെ ധ്രുവ് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. ദേവു അപ്പോഴും ബെഞ്ചിൽ തന്നെ ഇരുന്നുകൊണ്ട് അവനെ നോക്കി. അതോടെ ധ്രുവ് അവളുടെ മുഖത്തിന് നേരെ താഴ്ന്നു വന്നുകൊണ്ട് ദേവുവിൻ്റെ ചുണ്ടിനെ നുണഞ്ഞെടുത്ത് പല്ലുകൊണ്ട് ഒന്ന് കടിച്ചു വിട്ടു. ദേവു ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റു ധ്രുവനെ നോക്കി. അവൻ മുടി കൈകൊണ്ട് സെറ്റാക്കുന്ന പരിപാടിയിലായിരുന്നു. മുടി ഒതുക്കി വെക്കുന്നതിനിടയിൽ ഞെട്ടി നിൽക്കുന്ന ദേവുവിനെ ധ്രുവൻ നോക്കി. വാട്ട് ഹാപ്പൻ? ധ്രുവൻ ചോദിച്ചു. ഒന്നുമില്ല, ദേവു പറഞ്ഞു. പോവാം? ധ്രുവൻ ചോദിച്ചു. ദേവു മൂളി. ധ്രുവൻ മുന്നിൽ നടന്നു. ദേവു അവൻ്റെ പിന്നാലെ നടന്നു. വാതിലിൽ അപ്പോഴേക്കും തട്ട് കേട്ടുകൊണ്ടേയിരുന്നു. ദേവും ധ്രുവനും പോയ വഴിയെ നോക്കി നിൽക്കുവാണ് മീനുവും വിന്ദുവും. ആദിയാണിൽ ജീപ്പിൻ്റെ ബോണറ്റിൽ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട്. ഞാൻ പോയി ഒരു സിപ്പപ്പ് മേടിച്ചിട്ട് വരാം, നീയുണ്ടോ കൂടെ? മീനു ചോദിച്ചു. ഞാനും വരാം. അയാളോടൊന്ന് പറഞ്ഞിട്ട് പോവാം മീനു, വിന്ദ പറഞ്ഞു. വാ. മീനു വിന്ദയും കൂട്ടി ആദിയുടെ അടുത്തേക്ക് ചെന്നു. ആദി അവിടെ ഫോണിൽ നോക്കി സിഗരറ്റ് കത്തിച്ച് വലിച്ചുകൊണ്ട് ജീപ്പിൻ്റെ ബോണറ്റിൽ ഇരിപ്പുണ്ട്. അതെ ആദിയേട്ടാ, ഞങ്ങളൊന്ന് സിപ്പപ്പ് മേടിച്ചിട്ട് വരാം, മീനു പറഞ്ഞു. ഒരാൾ പോയാൽ മതി. മീനു, നീ പോയി വാങ്ങിയിട്ട് വാ. ഒരെണ്ണം എനിക്കൂടെ വാങ്ങിച്ചോ, ആദി പറഞ്ഞു. അതോടെ മീനു വിന്ദയെ നോക്കിയിട്ട് അവിടെ നിന്നും പോയി. വിന്ദയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. ഞാനും അവളുടെ കൂടെ പോയാൽ എന്താ കുഴപ്പമെന്ന് പറ, വിന്ദ ചോദിച്ചു. അവൾ പോയിട്ട് വരട്ടെ, നീ ഇവിടെ നിൽക്ക്. നിങ്ങളെ രണ്ടിനെയും വിട്ടാൽ ഇന്നൊന്നും തിരിച്ചു വരില്ല, അതോണ്ടാ. ഇതാവുമ്പോൾ മീനു വാങ്ങിയിട്ട് വേഗം ഇങ്ങ് വന്നോളും. നീ ഒന്ന് ക്ഷമിക്കും ഇത്ര, ആദി പറഞ്ഞു. വിന്ദ ആദിയിൽ നിന്നും മുഖം തിരിച്ച് നിന്നു. ആദി വിന്ദയെ നോക്കി. മുഖം വെറുപ്പിച്ച് തിരിഞ്ഞാണ് അവളുടെ നിൽപ്പ്. അന്ന് സാരി എടുത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ട്ടാ, അതുപോലെ തന്നെ ഉടുക്കുന്നത് കാണാനും. ആദി വിന്ദയുടെ അടുത്തേക്ക് മുഖം കൊണ്ടു ചെന്ന് അവളുടെ ചെവിയിലായി പതിയെ പറഞ്ഞു. അതെപ്പോൾ കണ്ടു? വിന്ദ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞില്ലേ മിത്ര, ഞാൻ മുകളിലേക്ക് വന്നിരുന്നു എന്ന്. നീ അത് ശ്രദ്ധിച്ചില്ലേ? പക്ഷേ ഞാൻ പറഞ്ഞത് അതാണ്, അത് നിനക്ക് മനസ്സിലായില്ല, ആദി പറഞ്ഞു. മുഴുവനും കണ്ടോ? വിന്ദ ചമ്മലോടെ ചോദിച്ചു. ഇല്ല, ബ്ലൗസ് ഇടുന്നത് മുതൽ കണ്ടു, ആദി പറഞ്ഞു. അയ്യേ വൃത്തികെട്ടവൻ, നഖം കടിച്ച് കണ്ണുകൾ അടച്ച് കൊണ്ട് വിന്ദ പറഞ്ഞു. ഞാനോ വൃത്തികെട്ടവനോ? ഞാനൊരു മാന്യനായി പോയി, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. വേറെ വല്ലവരുമാണെങ്കിൽ നീ വിവരം അറിഞ്ഞേനെ മിത്ര, ആദി പറഞ്ഞു. വിന്ദ മുഖം തിരിച്ചു. നാണവും പരിഭ്രമവും ഒരുപോലെ അവൾക്ക് വന്നു. അതെ, നീ ടെൻഷൻ അടിക്കണ്ട, ഞാനെല്ലാം അപ്പോഴേ മറന്നു, ആദി പറഞ്ഞു. അത് കേട്ടതും വിന്ദ അവൻ്റെ വയറ്റിൽ ഒരു ഇടി വെച്ചു കൊടുത്തു. ആദി ചിരിച്ചു. അവൾക്കും ചിരി വന്നു. അപ്പോഴേക്കും മീനു സിപ്പപ്പുമായി വന്നിരുന്നു. അവൾ ഒരെണ്ണം ആദിക്കും ഒരെണ്ണം വിന്ദയ്ക്കും കൊടുത്തു. ആദി കയ്യിലിരുന്ന് സിഗരറ്റ് കളഞ്ഞിട്ട് സിപ്പപ്പ് പൊട്ടിച്ചു കുടിച്ചു നോക്കി. മീനു, ഇത് പിസ്തയല്ലേ? ആദി ചോദിച്ചു. അതെ, ചോക്ലേറ്റ് കഴിഞ്ഞു, 2 ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരെണ്ണം ഞാനും ദേ ഇവൾക്കും കൊടുത്തു. ആദിയേട്ടന് പിസ്ത ഇഷ്ടമല്ലേ? മീനു ചോദിച്ചു. ഇല്ലടാ, എനിക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടം, ആദി പറഞ്ഞു. അയ്യോ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? മീനു പറഞ്ഞു. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ സിപ്പപ്പ് കടിച്ച് കൊണ്ടിരിക്കുകയാണ് വിന്ദ. അതോടെ ആദി അവളുടെ കയ്യിൽ നിന്നും സിപ്പപ്പ് വാങ്ങി. അതെൻ്റെയാ, നിങ്ങൾക്ക് തന്നത് കുടിക്ക്, വിന്ദ ദേഷ്യത്തോടെ പറഞ്ഞു. നീ പിസ്ത കുടിച്ചോ എന്ന് പറഞ്ഞ് ആദി അവൻ്റെ സിപ്പപ്പ് വിന്ദയ്ക്ക് കൊടുത്തു. ഇപ്പോൾ പ്രശ്നം സോൾവ്, മീനു പറഞ്ഞു. അതോടെ വിന്ദ മുഖം വീർപ്പിച്ചു. ആദി കൊടുത്ത് സിപ്പപ്പ് കുടിക്കാൻ തുടങ്ങി. അതെ, വാ, അവർ പോയിട്ട് കുറേയായി, നമുക്ക് പോയി നോക്കാം, മീനു പറഞ്ഞു. അത് ശരിയാ എന്ന് പറഞ്ഞുകൊണ്ട് വിന്ദ നടന്നു. ആ ക്ലാസ് റൂമിന് മുന്നിൽ എത്തിയതും രണ്ടും കൂടെ ഒന്ന് നിന്നു. എന്നിട്ട് മുഖത്തോട് മുഖം നോക്കി. നീ തട്ടാദ്യം, വിന്ദ മീനുവിനോട് പറഞ്ഞു. മീനു വാതിലിൽ തട്ടി. ഒരു അനക്കവുമില്ല. മീനു ദേവുവിനെ നോക്കി. നീ തട്ട്, മീനു പറഞ്ഞു.
വിന്ദ വാതിലിൽ തട്ടിക്കഴിഞ്ഞതും വാതിൽ ധ്രുവൻ വന്ന് തുറന്നു. വിന്ദ ഞെട്ടിക്കൊണ്ട് പിന്മാറി. ധ്രുവൻ്റെ പിന്നിൽ നിൽക്കുന്ന ദേവുവിനെ കണ്ടതും വിന്ദ പറഞ്ഞു, ഭാഗ്യം, ഇവൾ ജീവനോടെയുണ്ട്. വിന്ദ മീനുവിൻ്റെ ചെവിയിൽ പറഞ്ഞു. ക്ലാസ്സിൽ പോവാൻ നോക്ക് മീനു എന്ന് പറഞ്ഞ് ധ്രുവ് അവിടെ നിന്നും പോയി. ദേവും മീനുവും വിന്ദവും അവൻ പോകുന്നത് നോക്കി നിന്നു. ധ്രുവൻ്റെ ജീപ്പ് കോളേജ് ഗ്രൗണ്ട് വിട്ട് പോയതും വിന്ദ ദേവുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, എടി എന്താടി പറഞ്ഞത്? വിന്ദ ചോദിച്ചു. അതൊന്നുമില്ലടി, ഇപ്പോൾ ഒരു കുട്ടിയുടെ കാര്യം ഉണ്ടായില്ലേ, അവളെ ഒന്ന് നോക്കാൻ പറഞ്ഞതാ. ദേവു പറഞ്ഞു. അതാണോ? ഞാൻ വിചാരിച്ചു നിന്നെ ഏട്ടൻ തല്ലിക്കാണുമെന്ന്. മീനു പറഞ്ഞു. എന്താടി, നിന്റെ ഏട്ടൻ എന്നെ തല്ലാത്തതിൽ നിനക്ക് നിരാശയാണോ? ദേവു ചോദിച്ചു. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞാനെങ്ങനെ വിചാരിക്കോ ചെല്ലം? മീനു പറഞ്ഞു. അതെ, നാളെ നമ്മുടെ നാട്ടിലെ ഉത്സവമാണ്. നിങ്ങൾ രണ്ടാളും അതിനെക്കുറിച്ച് എന്താ പറയാത്തെ? നമുക്ക് പോവണ്ടേ പൂരപ്പറമ്പിലേക്ക്? 2 ആനയുണ്ട് എന്നാ കേട്ടത്. വിന്ദ പറഞ്ഞു. പിന്നെ ഞാൻ വരും, നീ വരില്ലേ? ദേവു മീനുവിനോട് ചോദിച്ചു. ഞാനും വരും. താലപ്പൊലിയുണ്ട്, നമുക്ക് താലമെടുക്കാം. മീനു പറഞ്ഞു. എടി, താലമെടുക്കുകയാണെങ്കിൽ ഇന്ന് അമ്പലത്തിൽ പോയി പേര് കൊടുക്കണം. മാത്രമല്ല സെറ്റ് സാരി ഉടുക്കണം, മുല്ലപ്പൂ വെക്കണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. വിന്ദ പറഞ്ഞു. സെറ്റ് സാരി നിർബന്ധമില്ല, പട്ടുപാവാട മതിയല്ലേ മീനു? ദേവു ചോദിച്ചു. അതെ, നമുക്ക് ഇന്ന് അമ്പലത്തിൽ പോവാം, പേര് കൊടുക്കണം, നാളെ താലമെടുക്കാം. മീനു പറഞ്ഞു. എടി, രാത്രിയാണ്. വിന്ദ പറഞ്ഞു. സാരില്ല, അവിടെ പോലീസെല്ലാം ഉണ്ടാകും. ദേവു പറഞ്ഞു. നിങ്ങൾക്ക് കുഴപ്പമില്ലേ? എനിക്കെന്താ കുഴപ്പം? എന്നാൽ പിന്നെ നാളെ നമ്മൾ താലമെടുക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കയറാം. വിന്ദ പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും കൂടെ ക്ലാസ്സിലേക്ക് നടന്നു. ഇവരുടെ ഈ സംഭാഷണമെല്ലാം അവരറിയാതെ മറ്റൊരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ ഫോണെടുത്ത് ഉടനെ ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ബാൽക്കണിയിലിരുന്ന് മദ്യപിക്കുകയാണ് സ്റ്റാലിൻ. അവൻ്റെ മറ്റേ കയ്യിൽ സിഗരറ്റുമുണ്ട്. അവൻ്റെ മനസ്സ് മുഴുവൻ മീനുവും മീനുവിൻ്റെ വാക്കുകളും അവളുടെ മുഖവുമായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവൻ ഒരു അലസഭാവത്തോടെ ഫോൺ എടുത്തു. സ്റ്റാലിൻ സാർ, ഞാൻ ജയനാണ്. ഫോണിൽ നിന്നും അപ്പുറത്ത് മറുപടി വന്നു. പറയ്. സ്റ്റാലിൻ സിഗരറ്റിൽ നിന്നും പുക എടുത്തുകൊണ്ട് പറഞ്ഞു. ഫോണിൽ കൂടെ പറഞ്ഞത് കേട്ട് സ്റ്റാലിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അവൻ ഒരു വിജയച്ചിരിയോടെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ഗ്ലാസ്സിലൊഴിച്ച മദ്യം വായിലേക്ക് കമിഴ്ത്തി. സിഗരറ്റിൻ്റെ പുക ഉടലേക്ക് ഒന്നുകൂടി എടുത്ത് ഇരുത്തി വലിച്ചതിന് ശേഷം അവൻ ആ സിഗരറ്റ് നിലത്തേക്കിട്ടുകൊണ്ട് ചെയറിൽ ചാരി കണ്ണുകൾ അടച്ചു കിടന്നു. അവൻ്റെ മനസ്സിൽ അപ്പോൾ മീനുവായിരുന്നു. ഒറ്റ കാഴ്ചയിൽ തന്നെ അവനെ അടിമപ്പെടുത്തി കളഞ്ഞ അവൻ്റേത് മാത്രമായ മീനു എന്ന ആ ലഹരി അവനിൽ വല്ലാത്ത ഒരു അനുഭൂതി ഉണ്ടാക്കിയിരുന്നു. ഒന്നിനു പുറകെയും ഇതുവരെ അലയാത്തവനാണ്. എല്ലാത്തിനോടും മടുപ്പ് തോന്നിയവനായിരുന്നു അവൻ. എന്നാൽ മീനു അവൻ്റെ ഫേവറേറ്റ് ആൻഡ് പെർമനൻ്റായി മാറി.